പീസ് ആയിരിക്കും. 250 രൂപയുണ്ട്. വാട്ട് ഈസ് ടുഡേ മെനു? ഐ തിങ്ക് ചിക്കൻ ചോറ്, ചിക്കൻ റൈസ്. അത് തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ചിക്കൻ വാങ്ങുന്നൊന്നും എടുക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് വൃത്തിയാക്കി വെച്ച് ചിക്കൻ പൊരിക്കാനുള്ള മസാല പുരട്ടി വെച്ചു. 2 കാല് ഞങ്ങൾ അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. സോ ഇതെല്ലാം ഞങ്ങൾ വെച്ച് ചിക്കൻ ഒരു വിസിലടുപ്പിച്ച് മാറ്റി വെച്ചു. അത് പിന്നെ റൈസും കാര്യങ്ങളെല്ലാം ആയപ്പോൾ ഇതിനകത്തേക്ക് അരിയിട്ട് ചിക്കൻ ഇട്ട് ഒരു വിസിലും കൂടെ അടുപ്പിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞൊരു ഓർമ്മയിൽ 2 വിസിലാണ് നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ളൂ, ബ്രോയിലർ കോഴിയാണല്ലോ. സോ ആ ഒരു ഇതിലാണ് ഞാൻ അതിൻ്റെ വിസിലെല്ലാം കളഞ്ഞ് തുറന്നു. അപ്പോൾ അട്ട ഫ്ലോപ്പായി എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം റൈസ് വെന്തിട്ടില്ലായിരുന്നു. ഞങ്ങളിവിടെ നോർമലായിട്ട് പാത്രത്തിൽ വെക്കുമ്പം ഈ റൈസ് പെട്ടെന്ന് വേവുന്നുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ ഒരു വിസിലടുപ്പിച്ചു. സോ അത് ഒട്ടും വെന്തിട്ടില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം ശരിയായി എന്നുള്ള രീതിയിൽ 2ാമത്തെ പ്രാവശ്യം വെച്ചു. 2ാമത്തെ പ്രാവശ്യം കറക്റ്റായി കിട്ടി. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫസ്റ്റത്തെ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു ഇതിൽ 2ാമത്തെ പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ റൈസായി. ഞങ്ങളതെടുത്തൊരു ഇതിലേക്ക് മാറ്റി വെച്ചു. അത് പിന്നെയും ഇതിലിപ്പോൾ കാണിക്കുന്നത് പിന്നെയും അടച്ചു വെച്ച് പിന്നെയും വിസിലടുപ്പിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റൈസാക്കി മാറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും കുറച്ച് ഉപ്പും കൂടി ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് അതും പിന്നെ ചിക്കൻ പൊരിക്കാനെടുത്തു. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി, ചിക്കൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ കണ്ടില്ലേ, ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലാസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫുൾ ഫോട്ടോ. ബൈ.